ഇത് ഇതിൻ്റെ പച്ചമരുന്നുകളാണ്. ഇതൊരു 10-40 കൂടുതൽ മരുന്നുകൾ, അതുപോലെ തന്നെ ഈ ഔഷധ സസ്യങ്ങളും പച്ചമരുന്നുകളും ഉപയോഗിച്ച് ഉണക്കി പൊടിച്ചെടുത്തതെന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. ഒരു പാക്കറ്റ് മേടിച്ചതാണ് കേട്ടോ. പക്ഷേ ഇത് നല്ല സാധനം തന്നെയാണ് കേട്ടോ. ഇത് എല്ലാ വർഷവും ഞങ്ങൾ ഉപയോഗിക്കുന്നതാണ്. ഏതെങ്കിലുമൊക്കെ ഒരു കമ്പനിയുടേതായിരിക്കും, പക്ഷേ നല്ല സാധനങ്ങളാണ്. കുറച്ച് കയ്പൊക്കെ ഇതിനകത്ത് കൂടുതലുണ്ടാകും. പിന്നെ 7 ദിവസം ഇതും ഉപയോഗിക്കും. 7 ദിവസം നമ്മൾ സാധാരണയുള്ള പച്ചമരുന്നുകളും പറിച്ചുകൊണ്ട് വന്ന് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് 7 ദിവസം അത് ഉപയോഗിക്കും. അതും അതുപോലെ തന്നെ ചെയ്താൽ മതി. ഇപ്പോൾ ഈ മഴക്കാലമായതുകൊണ്ട് അത് പറിക്കാൻ പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇപ്പോൾ ഇത് മേടിച്ചത്. മഴയൊന്ന് കുറഞ്ഞു കഴിയുമ്പോൾ അത് പറിച്ച് ഇടിച്ച് പിഴിഞ്ഞൊക്കെ എടുക്കാം. ഇതിനകത്തിപ്പോൾ ഞവര അരിയുണ്ട്, അതുപോലെ തന്നെ ആശാളിയുണ്ട്, അതുപോലെ ഉലുവ. ഇതിൻ്റെ കൂടെ നമുക്കിനി കുറച്ച് പിന്നെ ചെറുപയറും കൂടിയൊക്കെ ചേർത്ത് നമുക്കത് വേവിച്ച് എടുക്കാം. എന്നിട്ട് പൊടികളൊക്കെ ചേർത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഇത് തുടങ്ങാൻ പോവുകയാണ്. കൂട്ടിൻ്റെ കൂടെ ഞാൻ ഇത്രയും ചെറുപയറും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. നമുക്ക് ആ മരുന്നിൻ്റെ കയ്പൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും, ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടിക്കഴിഞ്ഞാൽ. ഞാനിത് കഴുകി വാരിയൊക്കെ എടുത്ത് ഇത് കുക്കറിനകത്ത് വെച്ച് ഇപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് വേവിക്കാൻ വെക്കുക. എന്ന് വെച്ചാൽ ഈ ഞവര അരിക്കും നല്ല വേവുള്ളതാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കഞ്ഞിക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് ഇത്രയും വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. ഞാനിത് അടുപ്പത്ത് വെച്ച് ഇനി അത് വേകട്ടെ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വെന്തിട്ടൊക്കെ ഉണ്ട്. ഇത് ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കാം. ഈ പൊടി നമുക്ക് ഇതിനകത്തേക്ക് ഇച്ചിരി വെള്ളത്തിൽ കലക്കി ചേർക്കാം. പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർക്കുക. ഇത് നല്ല തിളച്ച വെള്ളമാണ്, തിളപ്പിച്ച് എടുത്ത വെള്ളമാണ്. അപ്പോൾ കുറച്ച് ലൂസ് വേണമെന്നുള്ളവർക്ക് നമുക്കിത് കുറച്ച് ലൂസാക്കി എടുക്കാം. ഇപ്പോൾ ഈ മരുന്നല്ലേ, ഒന്ന് തിളക്കട്ടെ. ഇത് മരുന്ന് ചേർത്തതല്ലേ ഉള്ളൂ. ഇപ്പോൾ ഇതേ കഞ്ഞി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഏറ്റവും കുറച്ചൊഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നുവെച്ചാൽ മരുന്നിൻ്റെ എഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ കൂടുതലേക്കാൻ കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതൊന്ന് നേരെ ആകട്ടെ. എന്നിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ തിളക്കാൻ അനുവദിക്കാതിരിക്കുന്നതാണ് നല്ലത്. തേങ്ങാപ്പാലല്ല, ചിലപ്പോൾ പിരിഞ്ഞു പോകും. ഇനി നമുക്ക് കടുക് താളിച്ചൊഴിക്കുമ്പോൾ കുറച്ച് നെയ്യുടെ അകത്ത് കുറച്ച് ചെറിയ ഉള്ളി, അതും അതുപോലെ കുറച്ച് ജീരകവും കൂടി ചേർത്ത് നല്ലപോലെ മൂപ്പിച്ച് അതിനകത്തേക്ക് ഇടാം. ഇതിനേക്കാൾ നമ്മൾ ശരിക്കും ഇതിപ്പോൾ ആ ഒരു കവറെന്ന് പറഞ്ഞാൽ ഒരാൾക്കുള്ളതാണ് ഒരാഴ്ചത്തേക്ക്. ഇതിപ്പോൾ ഞാൻ 2 കഞ്ഞിക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഒരു 3-3.5 ദിവസത്തേക്ക് മാത്രം. ബാക്കി ഇനി പച്ചമരുന്നുകൾ പറിച്ചിട്ട് അത് ചതച്ച് കുത്തിപ്പിഴിഞ്ഞ് ചതച്ച് അതിൻ്റെ നീരെടുത്തിട്ട് കഞ്ഞി വെക്കുന്നത് ഞാൻ എടുത്ത് കാണിക്കാം. അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യുന്നത്. ഇപ്പം ഈ മഴയത്ത് ഈ പച്ചമരുന്ന് പറിക്കാൻ പോയി നമുക്ക് വേറെ വല്ല അസുഖം വരും. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. വെച്ച് നെയ്യ് ഒഴിക്കട്ടെ. ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതൊരു 3-4 ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് എടുത്താൽ മതി. ഉള്ളി ചേർക്കുന്നത് അതുപോലെ ഇത് ഉള്ളി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകമൊക്കെ ഈ പച്ചമരുന്നിനകത്ത് ചേർന്നിട്ടുള്ളതാണ്, എന്നാലും നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. ജീരകമൊക്കെ ചേർക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ കഞ്ഞി കുടിക്കുമ്പോൾ ഉപ്പ് ചേർക്കാതിരിക്കാൻ കഴിവതും ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇന്ദുപ്പ് മേടിച്ചിട്ട് അത് ചേർത്തിട്ട് കഴിക്കുക. ചിലർക്ക് പച്ചയ്ക്ക് കഴിക്കാൻ വലിയ പാടായിരിക്കും. മൂത്തിട്ടുണ്ട്, ഇച്ചിരി ജീരകം ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് വേഗം ചെയ്തെടുക്കാൻ പറ്റുമോ? എന്നാന്ന് വെച്ചാൽ ഇതെല്ലാം പാക്കറ്റിനകത്തുള്ളതല്ലേ, പക്ഷെ നല്ല മരുന്നുകൾ തന്നെയാണ് കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് മേടിച്ചിട്ടുള്ളപ്പോഴൊക്കെ അത് അനുഭവം നല്ല മരുന്നുകൾ തന്നെയാണ്. പിന്നെ കഴിവതും നമ്മൾ പച്ചമരുന്നുകളൊക്കെ ഇടിച്ചു പിഴിഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് എളുപ്പത്തിന് വേണ്ടി നമുക്കിത് ചെയ്യാൻ പറ്റും. ഇത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നെയ്യൊക്കെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്ന് എല്ലാം അസുഖങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പം പിന്നെ കഴിവതും കൂടുതലും നമ്മൾ കുറച്ചെല്ലാം ചേർത്ത് കൊടുക്കുക. ഇത് ഉപയോഗിക്കുന്ന കൂടെ നമ്മൾ എന്തെങ്കിലും തൈലവും കൂടി വൈകുന്നേരം കഴിക്കുന്നതാണ് കേട്ടോ നല്ലത്. വൈകുന്നേരം എന്തെങ്കിലും തൈലവും കൂടി നമ്മൾ ശരീരത്ത് പുരട്ടി അതുപോലെ വെള്ളം ചൂടിൽ ഒരുമാതിരി ചൂടിൽ നമ്മൾ മേല് കഴുകുക. അതും ഇതിൻ്റെ കൂടെ ഏറ്റവും പറ്റുന്നതാണ് ഈ കർക്കിടക മാസത്തിൽ. നമുക്ക് 1 വർഷത്തേക്കുള്ള ആരോഗ്യം നമുക്ക് സമ്പാദിക്കാൻ പറ്റും. അപ്പോൾ അതെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത്
കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതാണ്. എല്ലാവരും കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം.